നിങ്ങൾക്കെല്ലാവർക്കും ഗാർഡൻ ഗ്രീൻ സ്പേസിൻ്റെ നവവത്സരാശംസകൾ. ഏറ്റവും ജനപ്രിയമായൊരു ചെടിയുടെ വിശേഷവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നത്. മണിപ്ലാന്റ് എന്ന പേര് നമ്മളൊക്കെ വിളിക്കാറുള്ള എപ്പിപ്രംനം ഓറം അഥവാ പോത്തോസ് എന്ന ചെടിയാണിത്. ഹാർട്ട് ഷേപ്പിൽ ഭംഗിയുള്ള ഇലകളുമായിട്ട് വീട്ടിലും പരിസരത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾ അങ്ങോട്ടേക്ക് ആകർഷിക്കാറില്ലേ? ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. തുടക്കക്കാർ കൂടി വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത്. പണം കൊണ്ടുവരുന്ന ചെടിയാണെന്നൊരു വിശ്വാസം ഇതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ. എന്താണെങ്കിലും നമ്മുടെയൊക്കെ വീട്ടിൽ നമുക്കൊരു മണിപ്ലാന്റ് വളർത്താം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ചെടിയായതുകൊണ്ട് ഇതിനെ ആരും ശ്രദ്ധിക്കാറില്ലെന്ന് മാത്രം. അതിജീവനത്തിനുള്ള കഴിവ് കുറച്ചധികം കൂടുതലുള്ളതുകൊണ്ട് ഈ ചെടി നശിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം, വീട്ടിനുള്ളിൽ നമ്മൾ വളർത്തുന്ന മണിപ്ലാന്റ് നല്ല ആരോഗ്യമുള്ളതായിരിക്കണം, ഭംഗിയുള്ള ഇലകൾ ഉണ്ടായിരിക്കണം, ബുഷിയായിട്ടത് പോട്ടിനുള്ളിൽ വളരുകയും വേണം. എങ്കിൽ മാത്രമേ മണിപ്ലാന്റിനെ വീട്ടിലെ ഐശ്വര്യമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാനാവൂ. ഇതിനെല്ലാം ഉള്ളൊരു ടിപ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തിയിരിക്കുന്നത്. മണിപ്ലാന്റ് തഴച്ചു വളരുന്നതിന് വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വളപ്രയോഗവും പരിചയപ്പെടുത്തുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്താൽ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. മറ്റ് പല ചെടികളുടെയും കാര്യത്തിൽ പറയാറുള്ളതുപോലെ മണിപ്ലാന്റിനും ഇൻഡയറക്റ്റ് ബ്രൈറ്റ് ലൈറ്റാണ് ആവശ്യമായിട്ടുള്ളത്. സൂര്യപ്രകാശം കൂടുതലായാൽ ഇലകൾക്ക് പൊള്ളലേൽക്കുന്നതായി കാണാം. അതുപോലെ സൂര്യപ്രകാശം കുറഞ്ഞാൽ ചെടിയുടെ വള്ളികൾ ഇങ്ങനെ നീണ്ടു വളരുന്നതിന് സാധ്യതയുണ്ട്. പോട്ടിൽ വളർത്തുന്ന മണിപ്ലാന്റ് മേൽമണ്ണ് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ തന്നെ നനച്ചു കൊടുക്കേണ്ടതാണ്. വെള്ളം ഡ്രെയിനേജ് ഹോളിലൂടെ പുറത്തു വരണം. ഡ്രെയിനേജ് ഹോൾസ് ഒന്നും അടഞ്ഞിരിക്കാൻ അനുവദിക്കരുത്. ചെടി നടുവാനുള്ള പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ നല്ല വെൽ ഡ്രെയിൻഡ് സോയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം പോട്ടിനുള്ളിൽ കെട്ടിക്കിടന്ന വേരുകൾ ചീഞ്ഞു പോകാനായിട്ട് ഇടയാകും. മണിപ്ലാന്റ് നല്ല പച്ച നിറത്തിലും ബുഷിയായും വളരുന്നതിന് നൈട്രജൻ്റെ അളവിൽ മുൻതൂക്കമുള്ള NPK ഫെർട്ടിലൈസേഴ്സ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന് പകരമായി നമുക്ക് വീട്ടിൽ തന്നെ നമ്മുടെ ഉപയോഗശേഷം കളയുന്ന തേയിലയിൽ നിന്നും ഒന്നാന്തരം ഒരു വളം തയ്യാറാക്കാം. അതിനായി ഉപയോഗിച്ചു കഴിഞ്ഞ ടീ ബാഗ്സും തേയിലയുടെ വേസ്റ്റുമാണ് നമുക്ക് വേണ്ടത്. ഒരു പാത്രത്തിൽ ഇത് ശേഖരിച്ച് നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു രാത്രി മുഴുവനും അങ്ങനെ തന്നെ ഇരിക്കണം. അപ്പോഴേക്കും ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ലയിക്കും. ഈ ലായനിയിൽ നിന്നും ടീ ബാഗ്സും മറ്റ് അവശിഷ്ടങ്ങളും ഒരു അരിപ്പ ഉപയോഗിച്ച് നീക്കം ചെയ്യണം. ഇങ്ങനെ കിട്ടുന്ന തേയില വെള്ളം 3 ഇരട്ടി വെള്ളം ഉപയോഗിച്ച് നേർപ്പിക്കുക. ഇങ്ങനെ നേർപ്പിച്ച് കിട്ടുന്ന ഈ ലായനി മണിപ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഇത് മാസത്തിൽ 2-3 തവണ നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. തണ്ടുകളുടെ അഗ്രഭാഗം സ്ഥിരമായി പ്രൂൺ ചെയ്ത് കൊടുത്താൽ ധാരാളം ശിഖരങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊള്ളും. അല്ലെങ്കിൽ ഇത് വള്ളികളായി താഴേക്ക് ഇതുപോലെ തൂങ്ങാനായിട്ട് ഇടയാകും. നാമ്പുകൾ നുള്ളിക്കളയുമ്പോൾ ചെടിയുടെ വളർച്ച വശങ്ങളിലേക്ക് ആയിക്കൊള്ളും. പോട്ടുകളിൽ വളർത്തുന്ന മണിപ്ലാന്റിനെ ഇതുപോലെ സ്റ്റിക്കുകൾ കൊടുത്തോ അല്ലെങ്കിൽ കമ്പയിൽ കയറ് വരിഞ്ഞ് ചുറ്റി കൊടുത്തോ വളർത്തി കഴിഞ്ഞാൽ അത് വശങ്ങളിലേക്ക് പോകാതെ നേരെ മുകളിലേക്ക് പോയിക്കൊള്ളും. ചെടി നല്ല ബുഷിയായി നിൽക്കുന്നതിന് ഇത് സഹായകരവുമാണ്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിയുന്നില്ല. സമയം കിട്ടുമ്പോഴൊക്കെ അതിൻ്റെ അടുത്ത് ചെന്ന് ചെടി ഒന്ന് ശ്രദ്ധിക്കണം. ഇലകളൊക്കെ മഞ്ഞ നിറമായിട്ടുണ്ടോ, കരിഞ്ഞതുണ്ടോ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി കളയണം. ചെടിക്ക് എന്താണ് വേണ്ടതെന്ന് അത് തന്നെ നമ്മളോട് പറയും. നമ്മൾ അതിനുള്ള അവസരം ഒന്ന് ഉണ്ടാക്കി കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.